യുക്തിപരമായ ഏറ്റവും വലിയ അബദ്ധം എന്നാണ് പറഞ്ഞു വെച്ചത്. അതായത് ഒരേ സമയം നേർവിപരീതമായിട്ട് തോന്നുന്ന പല പല വിഷയങ്ങളും ഒരേ സമയം ശരിയാണെന്ന് പറയാം. ഒരേ സമയം ഒറ്റ ദൈവമേ ഉള്ളൂ, പക്ഷെ ദൈവം എന്ന് പറഞ്ഞാൽ മൂന്നും കൂടി ഒന്നാണെന്ന് പറയാം. അഥവാ ക്രൈസ്തവത വിശ്വസിക്കുന്നതാണല്ലോ. ക്രൈസ്തവതയും ഇസ്ലാമും ശരിയാണെന്ന് പറഞ്ഞാൽ ദൈവം ഒന്നേ ഉള്ളൂ, പക്ഷെ ദൈവം ട്രിനിറ്റി അഥവാ മൂന്നും കൂടി ഒന്നാണ്. ഇത് രണ്ടും ഒരേ സമയം ശരിയാവാം. അതുപോലെ തന്നെ ഹൈന്ദവതയുടെ വിശ്വാസപ്രകാരമുള്ള അനേകം ദൈവങ്ങൾ, ചില ഭാഷയിൽ പറഞ്ഞാൽ 33 ദൈവങ്ങൾ. ഒന്നേ ഉള്ളൂ, പക്ഷെ 33 ഉണ്ട്. ഒന്നേ ഉള്ളൂ, പക്ഷെ അത് ഒന്നും കൂടി മൂന്നാണ്. ഒരേ സമയം എങ്ങനെയാണ് ഇവയെല്ലാം ശരിയാകുന്നത്? ഒരു കാര്യം ഒന്നാവുകയും ഒന്നല്ലാതിരിക്കുകയും ഒരേ സമയം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരേ സമയം പരലോക സങ്കല്പത്തെ സംബന്ധിച്ച് പുനർജനനം, ഈ ലോകത്ത് തന്നെ പുനർജനിക്കുമെന്ന് വിശ്വാസം ഒരു ഭാഗത്തുണ്ടാവുക, മറ്റൊരു ഭാഗത്ത് ഈ ലോകം അല്ലാത്ത വേറൊരു ലോകം, സ്വർഗവും നരകവും അറ്റമില്ലാത്ത ജീവിതമൊക്കെ വേറൊരു ലോകം ഒരുക്കപ്പെടുന്ന വിശ്വാസം ഉണ്ടാവുക. ഇത് രണ്ടും ഒരേ സമയം ശരിയാണെന്ന് പറയുക, അതെങ്ങനെയാണ് സംഭവിക്കുക? അതേപോലെ മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യൻ ആരാണ്? മനുഷ്യൻ എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഒറ്റ പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ് എന്നൊരു ഭാഗത്ത് പറയുക, അതും ശരിയാണ്. എന്നാൽ മനുഷ്യർ ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്ന പല കട്ടുകളാണെന്നും അത് ദൈവത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ശ്രേഷ്ഠതയാണെന്നും അവരുടെ മുൻ ജന്മങ്ങൾ ഈ ജനനത്തിന് കാരണമാണെന്നുമുള്ള ഇത് രണ്ടും ഒരേ സമയം ശരിയാവുക, അത് സ്വാഭാവികമായിട്ട് യുക്തിപരമായി എന്താ പറയുന്നത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഡാറ്റകൾ അത് നമ്മുടെ മുന്നിൽ അവയുടെ ഡീറ്റെയിൽസോട് അവൈലബിൾ ആയിരിക്കെ അവയോട് ആ വ്യത്യാസം കാണാതെ അവയെ സമീപിക്കുന്നത് ആ ഡാറ്റകളോട് ചെയ്യുന്ന അനീതി എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. അഥവാ ഈ മതങ്ങളോട് ചെയ്യുന്ന അനീതിയാണിത്. ഈ മതങ്ങൾ പറയുന്നതല്ല, ഇവർ മതങ്ങളെ പറ്റി പറയുന്നതാണ്, പക്ഷെ മതങ്ങൾ പറയുന്നതല്ല. ഞങ്ങൾ ഇസ്ലാമിനെയും ഹൈന്ദവരെയും ക്രൈസ്തവരെയൊക്കെ യോജിപ്പിക്കാൻ വന്നിക്കുക. എങ്ങനെ വന്നിട്ടുള്ളത്? ഇസ്ലാമും ഹൈന്ദവരെയും ക്രൈസ്തവരെയും പറയാത്തൊരു കാര്യം കൊണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പരിശോധിക്കുന്നത് അതിലേക്കാണ്. അപ്പോൾ ഈ മതങ്ങൾ ശരിക്കും ഇതാണോ പറയുന്നത്? ആദ്യമായിട്ട് ഇസ്ലാം ശരിക്കും ഇതാണോ പറയുന്നത്? എല്ലാ മതങ്ങളും ഒരേപോലെയാണ്, എല്ലാ മതങ്ങളും ശരിയാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്? ആദ്യത്തെ സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കാത്ത ആളുകളാണ് ഇസ്ലാമിൻ്റെ പേരിൽ ഇത്തരം വാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വസ്തുത ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു ജീവിത സംഹിതയാണ്. നമ്മളൊരു ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമിനെ കാണുമ്പോഴാണ് ഇതൊക്കെ ഒരുമിച്ച് പോകാം എന്ന് ചിന്തിക്കാൻ കഴിയുക. ഇസ്ലാം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇസ്ലാമിൻ്റെ പദങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ സമാധാനം, പീസ്, സബ്മിഷൻ, സമർപ്പണം എന്നൊക്കെയാണ് ഇസ്ലാം ആ പദത്തിൻ്റെ അർത്ഥം തന്നെ വരുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. അള്ളാഹുവിൻ്റെ മതമല്ലാത്ത മറ്റു വല്ല മതമാണോ അവർ ആഗ്രഹിക്കുന്നത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ തൗഅൻ വകർഹൻ, നിർബന്ധപൂർണമായിക്കൊണ്ടോ അല്ലെങ്കിൽ അനുസരണപൂർണമായിക്കൊണ്ടോ അവന് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന് പിന്നെ അള്ളാഹുവിൻ്റെ മതമാണ് ഇസ്ലാം. ഈ ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിനെ സമർപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറയാം. അപ്പം അങ്ങനെ ഈ ഭൂമിയിലുള്ള ഓരോന്നും പിന്നെ ഓരോരുത്തരും തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോഴാണ്, പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിക്കുമ്പോഴാണ് മുസ്ലിമായി മാറുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഈ എല്ലാ രൂപത്തിലും ജീവിക്കുന്ന ആളുകൾ ഈ സബ്മിഷന്റെ ഭാഗമാകുമോ, അല്ലെങ്കിൽ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ഒരു സബ്മിഷന്റെ ഭാഗമാകുമോ? അവിടെ കൃത്യമായി ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ ഈ ഒരു മെസ്സേജ് കൈമാറിയിട്ടുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരെല്ലാം ഈ ഒരു ദൈവികമായ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സന്ദേശമാണ് സമൂഹത്തെ പഠിപ്പിച്ചത്. ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുവാനും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈന വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വ ഈസ വൻ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫദ്രിഖു ബൈന അഹദിൻ മിൻകും വ നഹ്നു ലഹു മുസ്ലിമൂൻ. മുൻഗാമികളായ ഓരോ പ്രവാചകന്മാരെയും അവരിൽ വിശ്വസിക്കൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അപ്പോൾ ഈ പ്രവാചകന്മാരാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന അള്ളാഹുവിൻ്റെ സന്ദേശത്തെ വളരെ കൃത്യമായി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുള്ളത്. ആ മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളത്. ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അപ്പൊ ഈ പ്രവാചകന്മാർ എല്ലാവരും പഠിപ്പിച്ചത് ഈ ദൈവികമായ സന്ദേശമാണ്. ആ സന്ദേശത്തിൽ
വക്രതയില്ലാതെ ആളുകളെ പഠിപ്പിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി കൃത്യമായി പഠിപ്പിക്കുകയുമാണ് പ്രവാചകന്മാർ ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഇത് പിന്നെ ഈ ഒരു മാർഗമാണ് അള്ളാഹുവിന്റെ മാർഗം, ദീനുള്ള എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതം എന്ന് പറയുന്നത്. അവിടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു മതമായി സ്വീകരിക്കുന്നത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ഇസ്ലാം, ആ ഇസ്ലാമാണ് അള്ളാഹു സ്വീകരിക്കുന്ന മതം. അതല്ലാത്ത വല്ല മതമാണ് ഫമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത മറ്റു വല്ല മതമാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അവസാനം അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്ന് പരിശുദ്ധ ഖുർആൻ പറയണം. അപ്പൊ ഇവിടെ വളരെ കൃത്യമായി അള്ളാഹു ഒരു ദീനിനെ പരിചയപ്പെടുത്തുന്നു. അത് എങ്ങനെയാണ് ആ ദീനിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. ആ ദീനിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ് മരണാനന്തര ജീവിതത്തിൽ മോക്ഷം ലഭിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ ഇനി അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യമുണ്ട്. ഈ ദീൻ ഇല്ലാതെ ഈ ദീനിൽ നിന്ന് ഒരാൾക്ക് മാറി ജീവിക്കാം, വേറെ മതത്തിന്റെ ആളുകളായി ജീവിക്കാം. അതോടൊപ്പം തന്നെ ഒരു മതമല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട്. ലാ ഇക്രാഹ ഫിദ്ദീൻ, അവിടെ മതത്തിൽ ഒരു ബലാത്കാരമില്ല. അവരെ നമ്മൾ നിന്ദിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു മതത്തിന്റെ ആളുകളെ അവരോട് മോശമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ എങ്ങനെയാണ് അവരോട് വളരെയധികം സഹവർത്തിത്വത്തോടുകൂടെ പെരുമാറേണ്ടത് എന്നതടക്കം കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അവിടെ പ്രസക്തമാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നുള്ളത് മോക്ഷത്തിന്റെ മാർഗമായി ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാരെല്ലാം അവതരിപ്പിച്ച മതമാണ്. അപ്പൊ അതിൽ കൃത്യമായ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകും. ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുമ്പോഴാണ് മുസ്ലിമായി തീരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നിയമങ്ങൾക്ക് വിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ശരിയാണ് എന്നോ അല്ലെങ്കിൽ അത് ഇതിന്റെ ഭാഗമാണ് എന്നോ ഒരിക്കലും പറയാൻ കഴിയില്ല. മറിച്ച് അത് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അങ്ങനെ ജീവിക്കാം. പക്ഷേ ദൈവികമായ മതം ഈ രൂപത്തിലാണ് പറയുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.